ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ 37-ാം ദശകമാണ് വായിക്കാൻ പോകുന്നത്. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ കേൾക്കാം. ഒന്നാമത്തെ ശ്ലോകം. സാന്ദ്രാനന്ദതനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താ അപി കർമ്മശേഷവശതോ ഏതേന യാഥാഗതിം തേഷാം ഭൂതലജന്മനാം ദിതി ഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. അർത്ഥം: നനു സാന്ദ്രാനന്ദതനോഹരേ, അല്ലയോ പരമാനന്ദ സ്വരൂപനായ ശ്രീ മഹാവിഷ്ണു, പുര പണ്ട്, ദൈവാസുരേ സങ്കരേ പണ്ട് നടന്ന ദേവാസുര യുദ്ധത്തിൽ, ത്വത്കൃത്താഹ അപി അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടവരായിട്ടും, കർമ്മശേഷവശതഃ യേ തേ ഗതിം നയാത പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അവശേഷിച്ചിരുന്നതുകൊണ്ട് യാതൊരു പ്രസിദ്ധരായ ദാനവന്മാർ മോക്ഷം പ്രാപിച്ചില്ലയോ. ഭൂതല ജന്മനാം തേഷാം ദിതിപുവാം ഭാരേണ ദൂരാർദ്ധിത ഭൂമിഹി, ഭൂമിയിൽ വന്നു പിറന്ന ആ അസുരന്മാരുടെ ഭാരം ഹേതുവായിട്ട് അത്യന്തം പീഡിതയായ ഭൂമിദേവി പുരായേവ ആഗതൈഹി ദേവൈഹി ആശ്രിതപദം വിരിഞ്ചം പ്രാപ, മുൻപേ തന്നെ ദേവന്മാർ വന്ന് കാൽക്കൽ ശരണം പ്രാപിച്ച ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. രണ്ടാമത്തെ ശ്ലോകം. ഹാ ഹാ ദുർജന ഭൂരിഭാരമഥിതാം പാഥോനിധൗ പാതുകാമേതാം പാലയ ഹന്ത മേ വിവശതാം സംപൃച്ഛദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപവിവശാമാലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. അർത്ഥം: ഹാ ഹാ അയ്യയ്യോ, ദുർജന ഭൂരിഭാരമഥിതാം ദുഷ്ടദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ തന്നെ ഞെരിക്കപ്പെട്ടവളും, പാഥോനിധൗ സമുദ്രത്തിൽ കാരണജലത്തിൽ ചെന്ന് പാതുകാം വീഴാറായവളുമായ ഈ ഉള്ളവളെ ഏതാം പാലയ കാത്തുകൊള്ളേണമേ. ഹന്തമേ വിവശതാം ഇമാൻ ദേവാൻ സംപൃച്ഛ, കഷ്ടമേ എൻ്റെ വല്ലായ്മ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി. ഇത്യാദി പ്രചുരപ്രലാപവിവശാം മഹീം ധാതാ ആലോക്യ, എന്നും മറ്റുമായി പലതും പറഞ്ഞ് വൈവശ്യത്തോടെ നിൽക്കുന്ന ഭൂമിദേവിയെ ബ്രഹ്മാവ് ഒന്ന് നന്നായി നോക്കിയിട്ട്, പരിതഃ ദേവാനാം വദനാനി വീക്ഷ്യ, ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്തിട്ട്, ഹരേ ഭവന്തം ദധ്യൗ, അലയോ ഹരേ അങ്ങയെ ധ്യാനിച്ചു. മൂന്നാമത്തെ ശ്ലോകം. ഊജേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ധരിത്ര്യാ വചോ നന്വസ്യ ഭവതാഞ്ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതി യയുസ്സാഗം തവാകേതനം. അർത്ഥം: അംബുജഭൂഹു അമോൻ ഊജേച്ച, ബ്രഹ്മാവ് ഇവരോട്, അതായത് ഈ ദേവന്മാരോട് പറയുകയും ചെയ്തു, ഐ സുരാഹ, അല്ലയോ ദേവന്മാരെ, ധരിത്ര്യാവചഃ സത്യം, ഈ ഭൂമി പറഞ്ഞത് പരമാർത്ഥമാണ്. നനു അസ്യാഹ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഃ ലക്ഷ്മീപതിഃ ഹി, ഏയ് ഈ ഭൂമിദേവിയുടെയും എന്നല്ല നിങ്ങളുടെയും പരിപാലന കർമ്മത്തിങ്കൽ സമർത്ഥനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. ശർവപുരസ്സരാ സർവേ വയം, പരമേശ്വരനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും, ഇതഃ പയോവാരിധിം ഗത്വാ ജവാദ് തം നത്വാ സ്തുമഹേ,
ഇവിടെ നിന്നും പാലാഴിയിലേക്ക് ചെന്നിട്ട് ഒട്ടും താമസിയാതെ അദ്ദേഹത്തെ ശരണം പ്രാപിച്ച് സ്തുതിക്കണം. ഇതി സാഗം തവ ആഖ്യേതനം യയുഹു എന്നും പറഞ്ഞ് എല്ലാവരും ചേർന്ന് അങ്ങയുടെ വാസസ്ഥലത്തിലേക്ക് പോയി. 4-ാമത്തെ ശ്ലോകം. തേ മുഗ്ധാനിലശാലി ദുഗ്ധജലതേ തീരം ഗതാ സംഗതാ യാവത്ത്വത്പദചിന്തനൈകമനസസ്താവത് സപാഥോ ജഭൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനാനന്ദയന്നോച്ചിവാനാഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. അർത്ഥം: തേ അവർ ദുഗ്ധജലധേഹേ മുഗ്ധാനിലശാലി തീരം ഗതാഹ, അതായത് ബ്രഹ്മാവും മറ്റും ഇളം കുളിർക്കാറ്റുള്ളതായ പാലാഴിക്കരയിൽ ചെന്ന് ത്വത്പദചിന്തനൈക മനസഃ യാവത് സംഗത താവത് സഹ പാഥോ ജഭൂഹു, അങ്ങയുടെ തൃപ്പാദത്തെ സ്മരിക്കുന്നതിൽ തന്നെ മനസ്സുവെച്ച് ഒന്നിച്ചു നിന്നപ്പോഴേക്കും ആ ബ്രഹ്മാവ് ത്വദ്വാചം ഹൃദയേ നിശമ്യ, അങ്ങയുടെ അരുളപ്പാട് സ്വന്തം ഹൃദയത്തിൽ ധ്വനിച്ച് ധരിക്കുകയും സകലാനാനന്ദയൻ ഊച്ചിവാൻ, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു. പരമാത്മനാ സ്വയമഹം ആഖ്യാതഃ, പരമാത്മാവ് വിഷ്ണു നേരിട്ട് എന്നോട് എല്ലാം പറഞ്ഞു. തദ് വാക്യം ആകർണ്യത, ആ പറഞ്ഞത് നിങ്ങളും കേട്ടുകൊള്ളുവിൻ. 5-ാമത്തെ ശ്ലോകം. ജാനേ ദീനദശാമഹം ദിവിശതാം ഭൂമിശ്ച ഭീമൈർനൃപൈ തത്ക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി ത്വദീയവചനം പാഥോ ച ഭൂരുചിവാൻ. അർത്ഥം: പാഥോ ച ഭൂഹു ഇതി, എന്നിട്ട് ബ്രഹ്മാവ് ഇപ്രകാരമുള്ള ത്വദീയവചനം ഊചിവാൻ, ഭവത് വചനത്തെ ആഖ്യാനം ചെയ്തു. ദിവിഷതാം ഭൂമേഃ ച ഭീമൈഃ നൃപൈഃ ദീനദശാം അഹം ജാനേ, ദേവന്മാർക്കും ഭൂമിദേവിക്കും ഭയങ്കരന്മാരായ രാജാക്കന്മാർ കാരണമായിട്ടുള്ള കഷ്ടപ്പാടിനെ ഞാൻ നന്നായി അറിയുന്നു. സഹ അഹം തത്ക്ഷേപായ യാദവകുലേ സമഗ്രാത്മനാ ഭവാമി, ഞാൻ ആ രാജാക്കന്മാരെ നിർമൂലനം ചെയ്യുവാനായിട്ട് യാദവ വംശത്തിൽ പരിപൂർണ സ്വരൂപനായിട്ട് ജനിക്കാൻ ഭാവമുണ്ട്. ദേവാഹ ദേവാംഗനാഹ ച മത്സേവാർത്ഥം അവനൗ വൃഷ്ണികുലേ കലയാ ഭവന്തു, ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ ശുശ്രൂഷിപ്പാനായി സേവിപ്പാനായി ഭൂമിയിൽ വൃഷ്ണികളുടെ കുലത്തിൽ അവരുടെ അംശങ്ങളെ കൊണ്ട് ചെന്നു പിറക്കണം. ഈ നാരായണീയത്തിലെ 37-ാം ദശകം തൊട്ട് 52 ദശകം വരെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ വിഷയമായ ശ്രീകൃഷ്ണ ചരിതമാണ് വർണ്ണിക്കുന്നത്. ഇന്ന് വായിച്ച 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം കൂട്ടിവെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കഥ എന്തെന്ന് നോക്കാം. മേൽപ്പത്തൂർ പറയുന്നു: അല്ലയോ പരമാനന്ദ സ്വരൂപനായ മഹാവിഷ്ണു, പണ്ട് ദേവാസുര യുദ്ധം നടന്നപ്പോൾ ഭഗവാൻ നിഗ്രഹിച്ച പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും അവശേഷിച്ചിരുന്നതുകൊണ്ട് യാതൊരു പ്രസിദ്ധ ദാനവന്മാർ, അതായത് അസുരന്മാർ, മോക്ഷം പ്രാപിച്ചില്ല. അപ്പോൾ ഭൂമിയിൽ വന്നു പിറന്ന ആ അസുരന്മാരുടെ ഭാരം കാരണം അത്യന്തം പീഡിതയായ ഭൂമിദേവി മുൻപേ തന്നെ ദേവന്മാർ വന്ന് കാൽക്കൽ ശരണം പ്രാപിച്ച ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഭൂമിദേവി പറയുന്നു: അയ്യയ്യോ, ദുഷ്ടദൈത്യന്മാരുടെ കനത്ത ഭാരത്താൽ നന്നെ ഞെരുക്കപ്പെട്ടവളും സമുദ്രത്തിൽ, അതായത് കാരണജലത്തിൽ ചെന്ന് വീഴാറായവളുമായ ഈ ഉള്ളവളെ കാത്തുകൊള്ളേണമേ.
അഷ്ടമേൻ്റെ വല്ലായ്മ ഈ ദേവന്മാരോട് ചോദിച്ചാൽ തന്നെ മതി എന്നും മറ്റുമായി പറഞ്ഞ് വിവശതയോടെ നിൽക്കുന്ന ഈ ഭൂമിദേവിയെ നന്നായി നോക്കിയിട്ട് ബ്രഹ്മാവ് ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ മുഖങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്ത് ഭഗവാനെ ധ്യാനിച്ചു, അതായത് ഹരിയെ ധ്യാനിച്ചു. ബ്രഹ്മാവാകട്ടെ ദേവന്മാരോട് പറയുകയും ചെയ്തു, അല്ലയോ ദേവന്മാരെ, ഈ ഭൂമി പറഞ്ഞത് പരമാർത്ഥമാണ്. ഈ ഭൂമിയുടെയും എന്നല്ല നിങ്ങളുടെയും പരിപാലന കർമ്മത്തിങ്കൽ സമർത്ഥനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. പരമേശ്വരനെ, അതായത് പരമശിവനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പാലാഴിയിലേക്ക് ചെന്നിട്ട് ഒട്ടും താമസിയാതെ അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം, സ്തുതിക്കണം എന്നും പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പോയി. അവർ ബ്രഹ്മാവും ശിവനും ദേവന്മാരും ഒന്നിച്ച് ഇളം കുളിർക്കാറ്റുള്ള പാലാഴിക്കരയിൽ ചെന്ന് ഭഗവാന്റെ തൃപ്പാദത്തെ സ്മരിക്കുന്നതിൽ തന്നെ മനസ്സുവെച്ച് ഒന്നിച്ചു നിന്നപ്പോൾ ആ ബ്രഹ്മാവ് അങ്ങയുടെ അരുളപ്പാട്, ഭഗവാന്റെ അരുളപ്പാട് സ്വന്തം ഹൃദയത്തിൽ ധ്വനിച്ച് ധരിക്കുകയും എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു. പരമാത്മാവായ വിഷ്ണു നേരിട്ട് എന്നോട് എല്ലാം പറഞ്ഞു. ആ പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. എന്നിട്ട് ബ്രഹ്മാവ് ഇപ്രകാരമുള്ള ഭഗവത് വചനത്തെ വീണ്ടും പറഞ്ഞു. ദേവന്മാർക്കും ഭൂമിദേവിക്കും ഭയങ്കരന്മാരായ രാജാക്കന്മാർ കാരണമായിട്ടുള്ള കഷ്ടപ്പാടിനെ ഞാൻ നന്നായി അറിയുന്നു. ഞാൻ ആ രാജാക്കന്മാരെ നിർമൂലനം ചെയ്യുവാനായിട്ട് യാദവ വംശത്തിൽ പരിപൂർണ സ്വരൂപനായിട്ട് ജനിക്കുവാൻ പോകുന്നു. ദേവന്മാരും ദേവസ്ത്രീകളും എന്നെ ശുശ്രൂഷിപ്പാനായി, സേവിപ്പാനായി ഭൂമിയിൽ വൃഷ്ണികളുടെ കുലത്തിൽ അവരുടെ അംശങ്ങളെ കൊണ്ട് ചെന്ന് പിറക്കണം.